നമസ്കാരം. നന്മയുടെ മുഖമായ കാക്കൂർ രാമല്ലൂരിലെ രണ്ട് സുനിൽകുമാർമാരെയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇക്കഴിഞ്ഞ ദിവസം ഇവർക്ക് കുന്നമംഗലം ഭാഗത്തേക്കുള്ള യാത്രക്കിടയിൽ മടവൂരിനും പൈമ്പാലിശ്ശേരിക്കും ഇടയിൽ വെച്ച് റോഡിൽ നിന്ന് കളഞ്ഞു കിട്ടിയ 76,000 രൂപയടങ്ങിയ ബാഗ് ഉടമയെ കണ്ടെത്തി ഇവർ തിരിച്ചേൽപ്പിക്കുകയായിരുന്നു. അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഇവരാണ് കാക്കൂരിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ കൂടിയായ സുനിൽകുമാർമാർ. ഇതിൽ MV സുനിൽകുമാർ പ്രവാസി കൂടിയാണ്. നടന്ന സംഭവം അവരുടെ വാക്കുകളിലൂടെ അറിയാം. ഞാനും എൻ്റെ സുഹൃത്തുകൂടി പരുവേക്കടവ് എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയിരുന്നു. ആ സമയത്ത് എൻ്റെ സുഹൃത്ത് ഡ്രൈവറായിരുന്നു. അവൻ വണ്ടി ഇട്ടുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് റോഡിൻ്റെ നടുക്ക് ഒരു ബാഗ് കണ്ട് എന്നോട് പറഞ്ഞൊരു ബാഗുണ്ട്, അതെടുക്കാൻ പറഞ്ഞു. അതെടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് നിറയെ പൈസയായിരുന്നു. അങ്ങനെ ഞങ്ങൾ രാമല്ലൂരുള്ള മാതൃഭൂമി റിപ്പോർട്ടറായ അയാളെ വിവരം അറിയിക്കുകയും അവൾ വാട്സാപ്പിൽ ഇട്ടിട്ട് അപ്പോൾ തന്നെ ഈ കക്ഷി ഈ വാട്സപ്പ് ഗ്രൂപ്പ് കണ്ടുകൊണ്ട് ഞങ്ങളെ വിളിച്ചു. അങ്ങനെ കാക്കൂർ സ്റ്റേഷനിൽ ബന്ധപ്പെട്ടു. അവിടെ കൊണ്ട് വെച്ച് ഈ കളഞ്ഞു വ്യക്തിയല്ല പോയ ആൾക്ക് ഞങ്ങൾ തിരിച്ച് ഏൽപ്പിച്ചു. വേറൊരാളെ പൈസ നമുക്ക് അർഹതപ്പെട്ട പൈസ നമുക്ക് എടുക്കണ്ടല്ലോ, നമുക്ക് ആവശ്യമില്ലല്ലോ. അത് വേഗം കൊടുക്കാന്നുള്ളതാണല്ലോ നമ്മളെ അച്ഛനും അമ്മയൊക്കെ നമ്മളെ എങ്ങനെയല്ലേ പഠിപ്പിച്ച്. നാട്ടിലാണെങ്കിൽ ഫുള്ള് കടയിൽ നിൽക്കുന്ന ആളാണ് ഞാനും എൻ്റെ സുഹൃത്തുക്കും. പക്ഷെ ഞങ്ങൾക്ക് ഈ പൈസ കൊണ്ട് യാതൊരു ഉപകാരവും വേണ്ടെന്നുള്ളതിലാണ് ഞങ്ങൾ ഈ കക്ഷിയെ തിരിച്ചേൽപ്പിച്ചത്. ഇതുകൊണ്ട് എന്തായാലും അഥവാ മക്കൾക്ക് എന്താ അരിയോ സാധനം വാങ്ങിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് രാവിലെ അവർക്ക് സൂക്കേടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഈ പൈസ എന്തായാലും ഞങ്ങൾ അർഹതപ്പെട്ടതല്ല എന്നുള്ളതിലാണ് ഈ നഷ്ടപ്പെട്ട ആൾക്ക് തന്നെ തിരിച്ചേൽപ്പിച്ചത്. ഈ പൈസ നഷ്ടപ്പെട്ടു പോയ കക്ഷി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ പൈസ എൻ്റെ കയ്യിൽ കിട്ടിയില്ല, ഞാൻ ആത്മഹത്യയുടെ വക്കിലാണെന്ന് തന്നെ ആ കക്ഷി പറഞ്ഞിട്ടുണ്ട്. അതേമാതിരിയാണ് നമ്മൾക്ക് ഇത് ഇങ്ങനെ ഷെയർ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഭാവിയിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ഇതുകൊണ്ടൊരു പ്രചോദനം ആകട്ടെ എന്നുള്ള ഇതിലാണ് ഞങ്ങളിത് ചെയ്യുന്നത്. ഇനി വേറെ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ അർഹതപ്പെട്ടതല്ലെങ്കിൽ നമുക്ക് അവൻ്റെ വീട്ടിലെത്തിക്കാന്നുള്ള ഒരു മെസ്സേജും കൂടിയാണ് ഞങ്ങൾ ഇതുകൊണ്ട് ചെയ്യുന്നത്. എൻ്റെ പേര് നസീം PC. എൻ്റെ കയ്യിൽ നിന്നും പൽമ്പാശ്ശേരി കയറ്റത്തിൻ്റെ മുകളിൽ നിന്ന് ഒരു സംഖ്യ എൻ്റെ കയ്യിൽ നിന്ന് 15/12/2020 ഒരു സംഖ്യ നഷ്ടപ്പെട്ടു. അത് സുനിൽകുമാർ എന്നൊരാൾ കയ്യിൽ ലഭിക്കുകയും പിന്നീട് ഒരു വാട്സപ്പ് കോണ്ടാക്റ്റിൽ നിന്നും എനിക്ക് ലഭിക്കുകയും ചെയ്തു. ഇതിൽ ലഭിച്ചത് എനിക്ക് വളരെ സന്തോഷം. നന്മ പറ്റാത്ത മനസ്സിൻ്റെ ഈ ഉടമകൾ നമുക്ക് പ്രചോദനമാണ്. അന്യൻ്റെ സങ്കടങ്ങൾ തിരിച്ചറിയാനും ഉൾക്കൊള്ളാനും ഇവർ കാണിച്ച മനസ്സ് നാടിനാകെ മാതൃകയായിരിക്കുകയാണ്. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം നൽകുന്ന ഇന്നിൻ്റെ ലോകത്ത് ഇവർ നന്മയുടെ പ്രതീകങ്ങളാണ്. ഇവരുടെ പ്രവർത്തികളെ നമുക്ക് നിറഞ്ഞ സ്നേഹത്തോടെ പങ്കുവയ്ക്കാം. ഈ വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണാം.